channel. I hope everyone is doing well. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷുഗർ വാക്സ് എങ്ങനെ മേക്ക് ചെയ്യാം, സെൽഫായിട്ട് എങ്ങനെ ഷുഗർ വാക്സ് മേക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഐബ്രോസ് വാക്സിങ്, അപ്പർ ലിപ്സ് വാക്സിങ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിന് വാക്സ് വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷുഗർ വാക്സിനെ പറ്റി ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ഷുഗർ വാക്സ് ചെയ്യാൻ വേണ്ടത് ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഷുഗർ ആൻഡ് ലെമൺ അല്ലെങ്കിൽ സൈട്രിക് ആസിഡ് എന്നാണ് അപ്പോൾ വേണ്ടത്. സൈട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുത്താൽ മതി. പിന്നെ വാട്ടർ. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് യൂസ് ചെയ്ത് അങ്ങനെ അത് ഷുഗർ വാക്സ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂട്. അപ്പോൾ എപ്പോഴും മെയിൻ കെയർഫുള്ളായിട്ടിരിക്കേണ്ടത് ചൂട് നോക്കണേ, ടെമ്പറേച്ചർ അതിൻ്റെ നല്ലപോലെ നോക്കി നമുക്ക് ടച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ വാക്സ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഫസ്റ്റ് ഇവിടെ കുറച്ച് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കണം ലിറ്റിൽ. എന്നിട്ട് അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ നിങ്ങൾക്ക് ഓക്കെ ആണോ അപ്പോൾ അത് ചൂടുന്ന വേണം എന്നാൽ വേണ്ട, അങ്ങനെയാണ്. ഒരു അധികം ഹോട്ടും പാടില്ല, അധികം കോൾഡും പാടില്ല, അങ്ങനെ ഒരു മീഡിയം ടൈപ്പ് ആയിരിക്കണം. നമുക്ക് ഓക്കെ എന്നാണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വാക്സ് മേക്ക് ചെയ്താൽ അത് മേക്ക് ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന ഒരു അലുമിനിയം പാത്രം, സ്റ്റീൽ പാത്രത്തിൽ ഒക്കെയാണ്. അതിൽ മേക്ക് ചെയ്താൽ മതി. എന്നിട്ട് അതിലെങ്കിൽ എന്നിട്ട് മേക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബോട്ടിലാക്കി വയ്ക്കാവുന്നതാണ്. ബോട്ടിലാക്കി വയ്ക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ അടപ്പുള്ള സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിലാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ആവശ്യമുള്ളപ്പോൾ അത് ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പോൾ ബോട്ടിലാണെങ്കിൽ മൈക്രോവേവിൽ ചൂടാക്കി എടുക്കാവുന്നതാണ്. മറ്റേതാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റവിൽ വെച്ച് തന്നെ ചൂടാക്കിയിട്ട് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ വേണ്ടത് അത് ചൂട് ചെയ്തിട്ട് അറിയാലോ, ഒരു ആവശ്യത്തിന് അതിൽ തിന്നാക്കിക്കോളൂ. തിന്നാക്കിയിട്ട് നിങ്ങൾ പിന്നെ അതിൽ ബട്ടർ നൈഫ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ വേറെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂട് നോക്കണം. ചൂടാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് പൗഡർ ഉണ്ടല്ലോ, അത് ഇവിടെ ഹാൻഡ്സിൽ എവിടെ നിങ്ങൾ യൂസ് ചെയ്യണം അവിടെ നല്ലപോലെ അപ്ലൈ ചെയ്യണം. എന്ന ശേഷം വാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബട്ടർ നൈഫ് കൊണ്ട് വേണം വാക്സ് യൂസ് ചെയ്യാൻ. അപ്പോൾ നല്ലപോലെ തിൻ ലെയറിൽ ചൂട് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലോ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലിപ്പോൾ സ്ട്രിപ്സിൻ്റെ ആവശ്യമില്ല. വേഗത്തിൽ ജസ്റ്റ് അത് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ അപ്ലൈ ചെയ്തോളൂ, എന്നിട്ട് പിന്നെ മറ്റേ സൈഡ് ചെയ്തോളൂ. അപ്പോഴേക്ക് അത് കഴിയുമ്പോഴേക്ക് ഈ സൈഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ തന്നെ പീൽ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ അത്ര ഈസിയാണ് അല്ലേ, വെരി നൈസ്. അപ്പോൾ അത് പീൽ ചെയ്തിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഹേർട്ടേ ഇല്ല, പെയിൻഫുള്ളേ ഇല്ല, നിങ്ങൾക്കത് പെയിൻഫുള്ളേ ആകുന്നില്ല. നല്ല ഈസി മെത്തേഡാണത്. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാക്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ ആംസ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഐബ്രോസ് ആണോ അപ്പർ ലിപ്സ് ആണോ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ, ഈ ഷുഗർ വാക്സിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. അല്ലാതെ ക്രീം, ഓയിൽ അങ്ങനെയൊന്നുമല്ല. കോൾഡ് വാട്ടറിൽ സ്പോഞ്ച് വെച്ചിട്ട് കോൾഡ് വാട്ടറിൽ അങ്ങനെ വെച്ചിട്ട് വാഷ് ചെയ്യണം. ഡയറക്റ്റ് പോയിക്കൊണ്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആയ ശേഷം എന്നിട്ട് ഓയിൽ ഇട്ടോളൂ. ഓയിലോ എനി ക്രീമോ, വാക്സിങ് ആഫ്റ്റർ വാക്സ് ക്രീമോ, അല്ലെങ്കിൽ അലോവേറ ജെല്ലോ, അല്ലെങ്കിൽ ഓയിൽ ഇട്ടിട്ട് നല്ല ക്ലീൻ ശ്രദ്ധിക്കണം. ഞാനത് മേക്ക് ചെയ്യുന്നത്, അപ്പം വാക്സ് എങ്ങനെ മേക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. കെയർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ആയിട്ട് പോകണേ. അതുപോലെ SPF യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ക്രീംസ് യൂസ് ചെയ്യണം. അതുപോലെ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 ഡേയ്സ് ഹോട്ട് വാട്ടർ നല്ല കെയർഫുൾ ആയിരിക്കണം. സ്റ്റീമൊന്നും അധികം എടുക്കാൻ പാടില്ല. ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. അത് ഇനി സ്ക്രബ്, ബോഡി വാക്സ് ചെയ്ത് പറഞ്ഞാൽ സ്ക്രബ് യൂസ് ചെയ്യാൻ പാടില്ല 3-4 ഡേയ്സ്. പിന്നെ ഒരിക്കലും സ്ക്രബ് യൂസ് ചെയ്യാൻ പാടില്ലേ 4 ഡേയ്സ്. 4 ഡേയ്സാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ. പിന്നെ അപ്പം ഇനി കെമിക്കൽ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യണ്ട. അത്രയൊക്കെ തന്നെ, അത്ര കെയർഫുൾ ആയിരിക്കുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചൂട് നോക്കണം, അല്ലെങ്കിൽ സ്കിന്ന് ബേണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പേടിക്കാനില്ല, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ചൂട് നോക്കിയിട്ട് ബ്ലോ ചെയ്തിട്ട് നല്ലപോലെ നോക്കിയിട്ട് ഇടാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ പേടി, ജസ്റ്റ് പീൽ ചെയ്തെടുക്കുക വേണ്ടോ. അപ്പോൾ നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് വാക്സിൻ മേക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക.
നല്ലപോലെ നോക്കി വെച്ചതിന് ശേഷം നിങ്ങളത് മേക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. വാക്സ് എങ്ങനെ മേക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഷുഗർ വാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഷുഗർ വാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഷുഗർ, ലെമൺ ആൻഡ് വാട്ടർ ഇത്രയാണ് വേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ സൈട്രിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. സൈട്രിക് ആസിഡ് ഇല്ലെങ്കിൽ ലെമൺ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ എത്ര എടുക്കണമെന്ന് പറഞ്ഞാൽ 1 കപ്പ് ഷുഗർ ആണെങ്കിൽ, ഇതൊക്കെ ഞാൻ 1 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസും 1/4 കപ്പ് വാട്ടറും അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ എത്ര എടുക്കണം അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വാട്ടറാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് ലെമൺ ജ്യൂസ്. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് മെയിൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. നമുക്കിതിൽ കുറച്ച് അളവ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്കത് അതിലിങ്ങനെ മേക്ക് ചെയ്ത് കാണിച്ചു തരണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കഥ വരുന്നുണ്ട്. ബ്രൗൺ കളർ വരുന്നത് കണ്ടതാണ് നമുക്ക് വാക്സ് ആയോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതുവരെ ഇളക്കിയിട്ടിരിക്കും. കളർ മാറുന്നേ ഉള്ളൂ കേട്ടോ. വന്നിട്ടില്ല, കുറഞ്ഞ ഗോൾഡൻ കളർ ആയിട്ടുള്ളൂ. കളർ മാറിയിട്ടുണ്ട്. ചായ ഒന്ന് എങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൗളിൽ വാട്ടർ എടുക്കുക. എന്നിട്ട് ഇതിലും കുറച്ച് നമുക്ക് നോക്കാവേ അയാൾ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു ഇങ്ങനെ പത വരുന്നുണ്ട്. അത് നന്നായി ഇങ്ങനെ ഒരു ഷുഗറിൻ്റെ മണം ഉണ്ടാകും. അതും വരും, നന്നായി വരും. അപ്പോഴും ഈ പതിയും വന്ന് അതുപോലത്തെ ഒരു കളർ, ഒരു ഗോൾഡൻ കളറാകുമ്പോഴാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. കളർ ഗോൾഡൻ കളറായേ നോക്കിയിട്ട് കുറച്ചെടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഗോളായിട്ട് വരണം. കായ് എന്നാണ്. ഇപ്പം നമ്മൾ വാക്സ് ഇതിലിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് കയ്യിലെടുത്തുമ്പോൾ ഇങ്ങനെ ഗോളായിട്ട് വരുമ്പോൾ അധികം ഹാർഡല്ലാതെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഗോളായി വന്നാലാണ് വാക്സ് ആകുന്നത്. ഓക്കെ. നമുക്ക് വേണ്ട വാക്സ് റെഡി ആയിട്ടുണ്ട്. നോക്കിയുള്ളൂ, ഈ ഇതുണ്ട്, ഇതിൽ ബബിൾസ് ഇതിണ്ടാവും, പക്ഷെ കളർ ഗോൾഡൻ കളറാകും, അത്ര തന്നെ. ഇനി നമുക്ക് കൂടി കാണിച്ചു തരാം എങ്ങനെയാണ്.
ഇങ്ങനെ ആക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കണം. സോഫ്റ്റ് ആയിട്ട് ഇതിൽ നമ്മുടെ കയ്യിൽ ഗോളായിട്ട് ഇങ്ങനെ വരണം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ആറട. നമ്മുടെ വാക്സ് റെഡി. ഇത് നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ചെറുതായി നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. നല്ലപോലെ ബ്രൗൺ കളർ വരുന്നത് കണ്ടതും വാക്സ് ആയിരുന്നു ചെക്ക് ചെയ്യുന്നത്. അത് അറിയാമല്ലോ. ബൗളിൽ വാട്ടർ എടുത്തിട്ട് അതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഹാർഡ് നമുക്ക് സോഫ്റ്റ് ആയിരിക്കണം. എന്നാൽ പിന്നെ നമ്മളത് ഗോളാക്കുമ്പോൾ ഗോളും ആയിരിക്കണം, സോഫ്റ്റും ആയിരിക്കണം. അത് പിന്നെ കൂടുതലായി വന്നതിൽ ഒഴിച്ച് അങ്ങനെ ഹാർഡായി മാറും. അപ്പോൾ വാക്സ് കറക്റ്റ് അല്ല എന്നാണ്. മേക്ക് ചെയ്ത ഷുഗർ വാക്സ് ആണ്. പിന്നെ ഞാനത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാവേ. ആദ്യം പൗഡർ ഇട്ടെ. പീൽ ചെയ്തെടുക്കുന്നുണ്ടേ. നോക്കണം, nicely come out. നിങ്ങൾ വേണമെങ്കിൽ ഒത്തിരി ഒരു സൈഡിലിട്ടിട്ട് വേറെ സൈഡിൽ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്ലൈക്ക് അത് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. എന്നിട്ട് ഇതിങ്ങനെ പീൽ ചെയ്ത് എടുക്കുമ്പോഴേക്കും മറ്റേ സൈഡിൽ പീൽ ചെയ്തെടുക്കുക. അപ്പോൾ എത്ര ഈസിയാണ് അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. കണ്ടില്ലേ? ഇനി ഇതിൽ നമുക്ക് വാട്ടർ വെച്ചിട്ടാണ് വാഷ് ചെയ്യേണ്ടത്. കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടറും അല്ല വാം വാട്ടറും അല്ല, കോൾഡ് വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. എങ്ങനെ മേക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തന്നു, അതിലെങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തന്നു, എങ്ങനെ പീൽ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള വീഡിയോ വാക്സ് അപ്പർ ലിപ്സ് ചെയ്യുന്നതിനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാതും ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക. പറഞ്ഞ അതേ രീതി മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല ഈസിയാണ്, പെയിൻലെസ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ബോക്സിൽ കമൻറ്റ്സ് ഇടാവുന്നതാണ്. If you like this video, sure to like, share and subscribe. Okay, bye bye.